മഴ തോരുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കൂടെ നല്ല സ്നേഹത്തോടൊക്കെ സംസാരിക്കുന്നു. അപ്പം അലീനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം എന്നൊക്കെ പറയും. അത് പറയുമല്ലോ, ഞാൻ എല്ലാതും പറയും എന്ന് പറയും. ഇനി എൻ്റെ മക്കൾ എന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് അതുപോലെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശരി സാർ എന്ന് പറയും. വീണ്ടും സാർ എന്ന് പറയും. അത് പെട്ടെന്ന് വായിൽ വരുന്നതാണ്. ഇനി അങ്ങനെ പറയില്ല എന്ന് പറയും. എനിക്കറിയാം സാറിൻ്റെ മനസ്സിൽ എനിക്ക് എന്താ സ്ഥാനം എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞു. ഇല്ല, നിനക്കൊന്നും അറിയില്ല എന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. നീ ഇന്നലെ ജനിച്ച കുട്ടിയെന്ന് പറയും. ആണോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കിനി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയാലോ എന്ന് പറയും. എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാമെന്ന് പറയും. ഇന്നലെ നല്ല രസമുണ്ട്, ഇന്നലെ ജനിച്ച കുട്ടിക്ക് ഇന്ന് ജനിച്ച അച്ഛൻ, ഇന്നലെ ജനിച്ച കുട്ടിക്ക് ഇന്നലെ തന്നെ ജനിച്ച അച്ഛൻ എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ? അനാഥാലയത്തിൽ. ഞങ്ങളുടെ ഓർഫനിൽ അങ്ങനെയാണ്. ആ കുട്ടീനെ ദത്തെടുത്ത് കൊണ്ടുപോകുന്ന സമയത്തല്ലേ ആ കുട്ടി അച്ഛനും അമ്മയും ഉള്ളവരാവുന്നതും ആ അമ്മയും അച്ഛനും മക്കളുള്ളൊരു രക്ഷിതാക്കളാവുന്നതും എന്ന് പറയും. അത് ശരിയെന്ന് പറയും. അപ്പോൾ ശരി, അതെ കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കും. കഴിക്കാൻ എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ അപ്പവും കടലക്കറിയും വേണോ, ദോശയും ചമ്മന്തിയും വേണോ, ഇഡ്ഡലിയും സാമ്പാറും വേണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും മൂന്നും ഒരേ പ്ലേറ്റ് ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറയും. അതിനുശേഷം അലീനയുടെ കൈ പിടിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു മുത്തം കൊടുക്കണം. എന്നിട്ട് പറയും, എൻ്റെ മക്കൾക്ക് ഞാൻ വാരി കോരി കൊടുത്തിട്ടുണ്ട്, നിനക്കല്ലേ ഒരച്ഛൻ്റെ സ്നേഹം കിട്ടാത്തതെന്ന് പറഞ്ഞപ്പോൾ അലീന അതിങ്ങനെ ആ കൈ ഇങ്ങനെ ചുരുട്ടി തലയിൽ ഇങ്ങനെ വെക്കിന് സന്തോഷം കൊണ്ട്. എന്നിട്ട് അലീന പുറത്തേക്ക് പോകും. ബാലേന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അച്ഛാന്ന് വിളിക്കും. അപ്പോൾ അവിടെ പ്ലെയിനായിട്ട് എന്നെ കിടക്കണം, ആരുമില്ല, വാതിൽ തുറന്നെടുക്കണം. വീണ്ടും അച്ഛാന്ന് വിളിക്കും. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും നോക്കുമ്പോൾ വിളി കേൾക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി വിളിച്ചാണ് എന്ന് പറയും. എന്താ വിളിയേക്കാഞ്ഞേന്ന് പറയും. അത് ഒന്നുമില്ല എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നു. നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ വാതിൽ മുട്ടാൻ പറ്റണില്ല. ബാലചന്ദ്രൻ ഈ വാതിൽ ലോക്കും ചെയ്തു. പതിവില്ലാതെ അങ്ങനെ ലോക്ക് ചെയ്യാറില്ല. അപ്പോൾ അലീന വിളിക്കുന്ന ആദ്യം സാറേന്ന് വിളിക്കും. അപ്പോൾ തന്നെ തെറ്റിച്ചിട്ട് അച്ഛാ അച്ഛാ എന്ന് വിളിക്കും. അപ്പോൾ 2-3 വിളി കഴിയുമ്പോൾ ബാലേന്ദ്രൻ പാലോർക്കും. ഇതെന്താ പതിവില്ലാതെ ഡോറ് വിട്ടിട്ടേന്ന് പറയും. നീ എന്നെ എന്താ വിളിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാ മനഃപൂർവ്വം. ഹാ എന്നറിയും. നീ എന്നെ സാറേന്ന് വിളിച്ചതും പിന്നെ അച്ഛാന്ന് വിളിച്ചതും ഒക്കെ ഞാൻ കേട്ടെന്ന് പറയും. എന്നിട്ട് അലീനയ്ക്ക് ഇങ്ങനെ അലീന ബാലേന്ദ്രന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കണം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കണേ, ഈ മോളെ മാത്രം എന്തേ അനാഥാലയത്തിൽ നിന്ന് ആരും ദത്തെടുക്കാഞ്ഞെന്ന് ചോദിക്കും. അത് ഈ അച്ഛന് വേണ്ടി കാത്തു വെച്ചതാ, എന്നെ ഒരുപാട് പേര് ചോദിച്ചു വന്നിട്ടുണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ട് എന്ന് ബ്രിജിത്താമ്മി പറഞ്ഞിരുന്നു. ആണോ എന്ന് പറയും. പക്ഷേ എന്നെ കൊടുത്തില്ല എന്ന് പറയും. അത് നന്നായി, അത് കാരണമല്ലോ ഈ അച്ഛന് ഇങ്ങനെ ഒരു മോളെ കിട്ടിയത് എന്ന് പറയുന്നു. അതിനിടയ്ക്ക് പിന്നീട് നമ്മുടെ കമല ശിവേട്ടനെ വിളിക്കുന്നു. ശിവേട്ടനെ വിളിച്ച് പറയുന്നു, ശിവേട്ടൻ എന്തായാലും ഇവിടേക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും എന്ന് പറയുന്നു. വൈദ്യര പ്രശ്നം ഇത്തിരി രൂക്ഷമാണ്. നമ്മുടെ രാജീവൻ ഇറക്കി വിട്ട അലീനയെ ബാലചന്ദ്രൻ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ടാണ് താമസിച്ചിരുന്നത്. അയാളെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. അറിയില്ല, മോശം, നാട്ടുകാരെ മുന്നിൽ നോക്കാൻ തരില്ലാണ്ടായി. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പ്രഖ്യാപനം കൂടെ ആയി, രാജീവൻ അവൾ ഇറക്കി വിട്ടത് കൊണ്ട് ജോലിക്കാരിയായിരുന്ന അവളിപ്പോൾ മൂത്ത മോളായി എന്ന് പറയും. ബാലേന്ദ്രൻ്റെ മക്കൾക്കുള്ള എല്ലാ സ്ഥാനവും അവൾക്കും കൊടുക്കുന്നുണ്ടെന്നാണ് പറയണേന്ന് പറയും. ആണോ, ഞാൻ എന്തായാലും അയാളൊന്ന് വിളിക്കട്ടെ. അയാളെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവനിപ്പോൾ ഭയങ്കര സാമർഥ്യമാണ്, പണ്ടത്തെ ബാലേന്ദ്രനൊന്നല്ല. വൈദ്യുതി എങ്ങനെ സഹിക്കാനാവോ എന്ന് പറയും. ഞാൻ വൈദ്യനെ വിളിച്ചുകൊണ്ട് നീ എന്തായാലും ഫോൺ വെച്ചാൽ ഞാൻ വൈകിട്ട് അവളെ വിളിക്കാം, ഞാനും രാജീവനും കൂടി എന്താ വേണ്ടതെന്ന് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വൈജയന്തി ഒരുങ്ങി ബാഗൊക്കെ ആയിട്ട് പോകണ്. അപ്പോൾ കൃഷ്ണമോൾ വിളിക്കുന്ന അമ്മ എവിടെ പോണ്, എന്തേന്ന് ചോദിക്കും. അല്ല അമ്മ പണിങ്ങി പോകണമെന്ന് ചോദിക്കണം. അമ്മയ്ക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പണിങ്ങി പോക്കല്ലേന്ന് പറയും. അങ്ങനെ ഞാൻ ഈ വീട് വിട്ട് പോകുന്നു നീയൊന്നും വിചാരിക്കരുത്, അങ്ങനെ എന്നെ ഓടിക്കാമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയും. അതെന്നെ പറയാനുള്ളത് അമ്മനോട്, അച്ഛനായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയും. നിൻ്റെ അഭിപ്രായം ആര് ചോദിച്ചല്ലെങ്കിൽ തന്നെ നീ ആ റിസോർട്ടിൽ പോയി താമസിച്ചോടുകൂടി നിനക്ക് ഇത്തിരി സാമർത്ഥ്യം കൂടിയിട്ടുണ്ടെന്ന് പറയും. നീ ഇപ്പോൾ അവരുടെ ഭാഗത്തെന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തന്നെ ഇരുന്ന്. എന്നാലും അലീന ചേച്ചി പോയാൽ നിങ്ങളുടെ വഴക്ക് തീരുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അലീന ചേച്ചിനെ പറഞ്ഞയക്കാൻ കൂട്ടുനിന്നത്. ഇനി എന്തായാലും അതുണ്ടാവില്ല, അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകില്ല, പോകാൻ അച്ഛൻ സമ്മതിക്കില്ല, ഞാനും എന്ന് പറയും. അപ്പോൾ വൈജയന്തിക്ക് ഇങ്ങനെ ദേഷ്യം വരണം. ഇവളെന്തീ പറഞ്ഞു, നീ അച്ഛൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവളല്ലേ എന്ന് പറയും. അതെ, എനിക്ക് അച്ഛൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ മതി, അമ്മയുടെ പാതയിലൂടെ സഞ്ചരിച്ചാലുണ്ടല്ല ഞാൻ വഷളാവും എന്ന് പറയും. എന്താണ് നീ പറഞ്ഞത്, എൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ നീ എങ്ങനെയുണ്ട് വഷളാവണേന്ന് ചോദിക്കും. അപ്പോഴത്തേനും ബബിത തടയും, അമ്മ ഒന്നും മിണ്ടാണ്ടിക്ക്, അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറയും. കൃഷ്ണമോൾ അതും പറഞ്ഞ് ദേഷ്യത്തോടെ അകത്തേക്ക് പോകും.
അപ്പോൾ ബബിത പറയും അവൾ പറഞ്ഞത് വിട്ടുകളാം, അമ്മ ശരിക്കും ഇപ്പോൾ എവിടേക്കാണ് പോണേന്ന് ചോദിക്കും. ഞാൻ മുത്തശ്ശിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ബെൽറ്റൊക്കെ എടുത്തിട്ട് നേരെ കമലേടത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോണ്. അവൾ ഇവിടെ അമ്മേനെ നോക്കാനുള്ള ഹോം നേഴ്സ് എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, ഇനി എന്തായാലും അത് വേണ്ടാന്ന് പറയും. അങ്ങനെ അപ്പോഴത്തേനും മുത്തശ്ശീനെ ഒരുക്കണ് നമ്മുടെ അലീന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് സെറ്റ് മുണ്ടൊക്കെ പിന്നൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നീട് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും. പൊട്ട് തൊട്ടേ നോക്കുമ്പോൾ പൊട്ടൊന്നും വേണ്ട, ചന്ദനക്കുറിയോ അതാവാന്നത് അതൊക്കെ തൊട്ട് കൊടുത്ത് കണ്ണാടിയിലൊക്കെ നോക്കി ഇപ്പോൾ സുന്ദരി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വൈജയന്തി കയറി വരും. അമ്മയുടെ ഡ്രസ്സ് അമ്മയുടെ ബാഗ് എവിടെയെന്ന് ചോദിക്കും. അളമാരിൽ. എന്തിനാടീന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും മിണ്ടില്ല. എന്നിട്ട് ബാഗ് എടുത്ത് കഴിഞ്ഞിട്ട് അളമാരിയിലുണ്ടായിരുന്ന സെറ്റ് മുണ്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. അപ്പോൾ ആ മുത്തശ്ശിക്ക് വല്ലാത്ത ടെൻഷനും പേടിയാവുകൊണ്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ട് തള്ളാനുണ്ടെന്ന് നോക്കി. എന്തിനാടി വൈജയ നീ അതെടുക്കണേ പറയടി എന്ന് പറയും. എന്നിട്ട് പിന്നെ വേറെ ഒരു പെട്ടിയും കൂടെയൊക്കെ എടുത്ത് അതിലൊക്കെ ഡ്രസ്സാക്കണ്. മരുന്ന് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഒരു മിണ്ടില്ല. അങ്ങനെ മരുന്നും കണ്ടുപിടിക്കും. എല്ലാം കൂടിയൊക്കെ ആക്കി വെക്കിന്. എടി പറയടി നീ എന്നെ എവിടേക്കിന് കൊണ്ടുപോകണേ എന്ന് പറയും. അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ കൊല്ലപ്പള്ളി കൊണ്ടാക്കാൻ പോകണം. ഇതിലും ഭേദം നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് റോട്ടിൽ തള്ളിയാൽ മതി, ഞാൻ പിച്ചെടുത്ത് നടന്നോളാം എന്ന് പറയും. അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലല്ലോ 3 മക്കളും കൂടിയില്ലേ, അമ്മയ്ക്ക് ഇവിടെ നിന്ന് സുഖം പിടിച്ചു. അതുകൊണ്ടാണ് എന്തായാലും അമ്മനെ നോക്കാൻ ഇനി ഇവിടെ ഒരു ഹോം നേഴ്സ് വേണ്ട. നീ അമ്മനെ നോക്കാൻ വന്നതല്ലേ, നീയും റെഡി ആയിക്കോ. നിൻ്റെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കി, നിന്നെ ഞാൻ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കാം, നിന്നെയും അമ്മയെയും കൂടി എന്ന് പറയും. അപ്പോൾ അലീന പറയും കൊല്ലപ്പള്ളി പോയി മാഡത്തിൻ്റെ അമ്മനെ ചികിത്സിക്കാൻ ഞാൻ അവിടുത്തെ വേലക്കാരിയല്ല എന്ന് പറയും. പിന്നെ നീ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും. ഇവിടെ ഉണ്ടായിരുന്നു, നീ അമ്മനെ നോക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കും. അമ്മനെ നോക്കാൻ ഞാൻ വന്നതായിരുന്നു ശരി, പക്ഷേ അമ്മനെ ഇപ്പോൾ അത് വേണ്ടാന്ന് വെച്ചില്ലേ, നിങ്ങൾ എന്നെ പറഞ്ഞയച്ചില്ലേ, ഹോം നേഴ്സായി നിന്നിരുന്ന നിങ്ങൾ എന്നെ പറഞ്ഞയച്ചു, പിന്നെ നീ ആരെൻ്റെ ഇവിടുത്തെ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഇവിടുത്തെ ബാലചന്ദ്ര സാറിൻ്റെ മൂത്ത മോളെന്ന് പറയും. മേഡൻ്റെ അമ്മയെന്ന് പറയും. എന്ന് പറഞ്ഞൊരാട്ടായിരിക്കും വൈജയന്തി. ഞാൻ എൻ്റെ മോളായിട്ട് കാണാം, അതിന് വേറെ ആളെ നോക്കിയാൽ മതിയടി, നിന്നെ ദത്തെടുത്ത ആളെ കൊണ്ട് തന്നെ നിന്നെ അതല്ലാന്നാക്കിക്കാൻ എനിക്കറിയാം എന്ന് പറയും. മേഡം എന്ത് വേണമെങ്കിലും ചെയ്തോ, തൽക്കാലം എനിക്ക് കിട്ടിയ സ്ഥാനം ഞാൻ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. അതങ്ങനെ വൈജയന്തിക്ക് മുഖത്തടിച്ച പോലത്തെ ഒരു മറുപടി അതിന് കിട്ടുന്നത്. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.